ഇപ്പം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഗോൾഡിന്റെ വില ഇങ്ങനെ ഹൈ ആയി പോകുന്നു. ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ച്? പ്രധാനമായിട്ടുള്ള പ്രശ്നം ഇന്ത്യൻ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യണം. 2002 72 ദർഹത്തിന് 1000 റുപ്യ കിട്ടിയിരുന്നത് ഇപ്പോൾ 10 ദർഹം കൂടുതൽ കൊടുത്താലേ 1000 ദർഹം കിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം വർദ്ധിക്കുമ്പോൾ പ്രവാസിക്ക് പണ്ട് സമ്പാദിച്ചിരുന്ന അത്ര തന്നെ സമ്പാദിക്കാൻ പറ്റുന്നില്ല. അത് ഒരു പ്രധാന ഫാക്ടറാണ്. അതിനോടൊപ്പം അതായത് പ്രവാസിക്ക് ഒരു 10 വർഷം മുമ്പ് അയക്കാൻ സാധിച്ചിരുന്ന അത്ര പൈസ അയക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കെ അതേ സമയത്ത് ഇന്ത്യയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. ഈ വർദ്ധിച്ചു വന്നപ്പോൾ കുടുംബങ്ങൾ കൂടുതൽ പണത്തിന് ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുമ്പ് ഒരു പ്രവാസിക്ക് സമ്പാദിക്കാൻ സാധിച്ചിരുന്ന അത്ര ഇപ്പോൾ സമ്പാദിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്, 2 കാരണങ്ങൾ കൊണ്ടും. അതേസമയം ഗോൾഡിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ഇന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഗോൾഡിൻ്റെ വില വർദ്ധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. കാരണം യൂറോ സോണിൽ തകർച്ച നേരിടുന്നു, സാമ്പത്തിക തകർച്ച ഉണ്ടായിട്ടുണ്ട്, US ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായ സ്ഥിതിക്ക് ഗോൾഡാണ് നിക്ഷേപിക്കാൻ അനുയോജ്യമായ ഒരു മേഖല എന്നുള്ള ധാരണ രാഷ്ട്രങ്ങൾക്കും വ്യക്തികൾക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഡിമാൻഡ് വർദ്ധിച്ചു. ആ ഒരു കാരണം കൊണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ഗോൾഡ് കണ്ടെത്തിയ കാലം മുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഗോൾഡ് മുഴുവൻ ഈ ഭൂമിയിലുണ്ട്. ഈ ഗോൾഡിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ടെർമിനലുകൾക്കൊക്കെ പ്ലാറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഒരു ഉപയോഗം. അത് കഴിഞ്ഞാൽ ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് മാറ്റുകയാണ്. സോളിഡ് ഗോൾഡിൽ നിന്ന് ഓർണമെൻ്റ് ആക്കുന്നു, ഓർണമെൻറ്റ് വീണ്ടും സോളിഡ് ഗോൾഡായി മാറുന്നു. ഈ പ്രക്രിയയാണ് നടക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള വസ്തുക്കളിൽ ഏറ്റവും ഇല്ലാത്ത ഒരു ഉൽപ്പന്നമാണ് ഗോൾഡ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യം കൊണ്ട് മാത്രമാണ് ഗോൾഡിൻ്റെ വില വർദ്ധിക്കുന്നത്. അമേരിക്ക ഒരിക്കലും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥിതി ഇതേ നിലയിൽ നിലനിർത്താൻ ആഗ്രഹിക്കില്ല. അതിനുള്ള വൈദഗ്ധ്യവും പാണ്ഡിത്യവും സൗകര്യങ്ങളും എല്ലാം അമേരിക്കയ്ക്കുണ്ട്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥിതി തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും രാഷ്ട്രങ്ങൾ കമ്പനികൾ എല്ലാം തന്നെ അമേരിക്കൻ ഡോളറിലേക്ക് പോകുന്ന ഒരു പ്രവണത ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാരണം അതിന് തുച്ഛമായുള്ള ഇൻട്രസ്റ്റെങ്കിലും കിട്ടും. അതേസമയത്ത് ഗോൾഡിന് യാതൊരു ഇൻകം അതിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആളുകൾ ചെറുതായി വീണ്ടും ഡോളറിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ വില കുത്തനെ താഴോട്ട് വരും. നമുക്കറിയാം ഇറാഖ് വാറിൻ്റെ സമയത്ത് 1980 $800 ഒരു ഔൺസ് സ്വർണത്തിൻ്റെ വില. അത് താഴോട്ട് വന്നിട്ട് $300 വരെ എത്തിക്കഴിഞ്ഞു. 2006 മുതലാണ് മേലോട്ടുള്ള ഗതി നമ്മൾ കാണുന്നത്. അപ്പോൾ 1990 ഒരു 93-നും 2006-നും ഉണ്ടായിട്ടുള്ള വില നമ്മൾ പരിശോധിച്ചാൽ ഏവറേജ് വില $350 ഒരു ഔൺസിന്. അതിൽ നിന്നാണ് 2006 മുതൽ മുകളിലേക്കുള്ള കുതിപ്പുണ്ടായത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ ഡിമാൻഡ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുത്തനെ താഴോട്ട് വരുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കും. ഗോൾഡ് നിക്ഷേപിക്കാൻ പറ്റുന്ന സമയമായിരുന്നു 300-350 ഉണ്ടായിരുന്ന കാലഘട്ടം. അതിലാരും ആ സമയത്ത് ആരും ഓർണമെൻറ്റ് മേടിച്ചു എന്നല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ആരും ചെയ്തിരുന്നില്ല. അതേസമയം കൂടിയ സമയത്ത് ഇത്രയും വില വർദ്ധിച്ച സമയത്ത് വളരെയധികം താല്പര്യം ആളുകൾ കാണിക്കുകയാണ്. ഈ സ്വഭാവം മനുഷ്യർക്ക് എവിടെ നോക്കിയാലും ഓഹരിയിലായാലും മറ്റേത് കമ്മോഡിറ്റിയിലായാലും പ്രോപ്പർട്ടിയിലായാലും എല്ലാം ഉണ്ടാകുന്ന ഒരു ജന്മസിദ്ധമായ പ്രവണതയാണ്. പക്ഷേ ഇതിനെതിരെയുള്ള ഒരു പ്രവണതയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. വില കുറഞ്ഞ സമയത്ത് വാങ്ങിക്കുക, വില കൂടിയ സമയത്ത് വിൽക്കുക. ഇപ്പോൾ തന്നെ
1976 ഞാൻ വിവാഹിതനായത് ആ സമയത്ത് 500 ഉറുപ്പികയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. അതാണ് ഇപ്പോൾ 19,000-ൽ കൂടുതലായിട്ടുള്ളത്, ആ ലെവലിലെത്തിയിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു വലിയ സംഖ്യയാണ്. അതേസമയം 500 രൂപ 1976 ഒരു നല്ല നിക്ഷേപം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലഭിക്കാൻ പോകുന്നത് ഏകദേശം 30,000 ഉറുപ്പികയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല നിക്ഷേപം നടത്തിയാൽ കിട്ടുന്ന അത്ര റിട്ടേൺ ഗോൾഡിൽ ഇത്രയും കാലം ദീർഘകാലം നിക്ഷേപിച്ചപ്പോൾ കിട്ടിയിട്ടില്ല എന്നൊരു സത്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗോൾഡിൽ ഞാൻ ഒരിക്കലും നിക്ഷേപിക്കേണ്ട എന്ന് പറയില്ല. വില വർധനയ്ക്കും, അതിന് സംശയമില്ല ഈ സാഹചര്യത്തിൽ. പക്ഷേ ഒരു താഴോട്ടുള്ള ഗതി കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിക്ഷേപം എന്നുള്ള നിലയ്ക്ക് ഗോൾഡ് വാങ്ങിച്ചവർ ഉടനെ കൊടുത്ത് പൈസ കൈവശപ്പെടുത്തണം. അതാണ് പ്രധാനമായിട്ട് ഗോൾഡിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പ്രവാസികളെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും കാണുന്നൊരു സിറ്റുവേഷൻ, നല്ല ജീവിതത്തിന് വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി വന്ന പ്രവാസികളിൽ, പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിൽ ജീവിക്കുന്നവർ ബഹുഭൂരിപക്ഷവും വളരെ താഴ്ന്ന വരുമാനക്കാരും മധ്യവരുമാനക്കാരുമാണ്. ഉയർന്ന വരുമാനക്കാരുടെ എണ്ണം 20% ഉണ്ടാവുള്ളൂ ഇവിടെ ടോട്ടലുള്ള പ്രവാസികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ. ഈ പ്രവാസികളുടെ ജീവിതം, പ്രവാസികൾ പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് കാണുന്നത് കൊണ്ടായിരിക്കാം, ഇവിടെ കാണുന്നത് കൊണ്ട് ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ 1970-ൽ ഗൾഫിൽ വന്നപ്പോൾ അന്നുണ്ടായിരുന്ന സുഹൃത്തുക്കൾ പറഞ്ഞു, എന്താ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, എല്ലാവരും പോകണം, എന്തിനാ ഇപ്പോൾ ഈ സമയത്ത് വന്നു എന്ന് ചോദിച്ചവർ അവരും അവരുടെ മക്കളും ഉണ്ട്. ഇപ്പോൾ എൻ്റെ 3 ജനറേഷൻ, ഞാനും എൻ്റെ മക്കളും മക്കളുടെ മക്കളും ഇവിടെ ജീവിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരു കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഇവിടെ ശാശ്വതമാണെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ജീവിക്കുന്നത്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു തിരിച്ചുപോക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ വിസ അടിച്ചിട്ടില്ല, കച്ചവടക്കാർക്കൊഴികെ തിരിച്ചു പോയേ തീരൂ. ഈ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രവാസി കുടുംബങ്ങളുടെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ പ്രവാസിയുടെ ഭാര്യമാരും പ്രവാസിയുടെ മക്കളും നാട്ടിൽ സ്ഥിരതാമസമാക്കി ജീവിക്കുന്ന ആളുകളെക്കാൾ വളരെ മെച്ചപ്പെട്ടൊരു ജീവിതം നയിക്കുന്നവരാണ്. ഇവരുടെ ഇടയിലേക്ക് ഇവരുടെ പിതാവോ ആരാണോ ഗൾഫിലുള്ളത് തിരിച്ചു വന്ന് നാളെ മുതൽ ഇന്നലെ ജീവിച്ചതുപോലെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പലവിധ പ്രശ്നങ്ങളും നേരിടുന്ന സാഹചര്യം നമ്മൾ കാണുന്നാറുണ്ട്. അത് വരാതിരിക്കാൻ ഓരോ പ്രവാസിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ശ്രദ്ധ തുടങ്ങുന്നത് എല്ലാ മാസവും ശമ്പളം കിട്ടിയാൽ ഒരു നിശ്ചിത സംഖ്യ തൻ്റെ ഭാവിക്ക് വേണ്ടി നിക്ഷേപിക്കുന്ന സ്വഭാവം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ്. പലരും പറയാറുള്ളത് അത് സാധിക്കുന്നില്ല, ചെലവുകൾ വർദ്ധിക്കുന്നുണ്ട്. ഈ ചെലവുകൾ, നമ്മളെല്ലാം ചെയ്യുന്ന ചെലവുകൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയാണ്. അങ്ങനെ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മുടെ എല്ലാ ചെലവുകളും ചെയ്യുന്നതെങ്കിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി സമ്പാദിക്കുന്നതായിരിക്കണം നമ്മുടെ ആദ്യത്തെ ചെലവ്. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും ഓരോ പ്രവാസിക്കും സമ്പാദിക്കാൻ സാധിക്കും, അല്ല യാതൊരു സംശയവുമില്ല. പക്ഷേ പ്രവാസികൾ സാധാരണ പറയാറുള്ളത് അത് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് ചെലവുകൾ വർദ്ധിക്കുന്നതുകൊണ്ടാണ്. ഞാൻ സാധാരണ അത്തരക്കാരോട് ചോദിക്കാറുള്ളത്, ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ ഗവൺമെൻറ് നമ്മുടെ വരുമാനത്തിന് 20% ടാക്സ് ഏർപ്പെടുത്തിയെന്ന് വിചാരിക്കുക, എങ്കിൽ നമ്മളൊക്കെ തിരിച്ചു പോകുമോ? എത്ര പേര് തിരിച്ചു പോകും എന്ന് ചോദിച്ചാൽ തിരിച്ചു പോകുമെന്ന് പറഞ്ഞ ഒരാളെ പോലും കാണാൻ സാധിക്കില്ല. വീണ്ടും ചോദിച്ചാൽ എങ്ങനെ നിങ്ങൾ ജീവിക്കുമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും എന്നാണ് ഉത്തരം പറയുക. ഈ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കൽ ഇന്ന് തുടങ്ങേണ്ട കാര്യമാണ്. തുടങ്ങിയിട്ടില്ലാത്തവർ ഇന്ന് തുടങ്ങേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത സംഖ്യ 20% മാറ്റിവെക്കുന്ന ശീലം ഉണ്ടായാൽ